സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് 6th ചാപ്റ്ററായ ക്രീഡാമവയം ശ്ലോകാന്താക്ഷരിം. കളിക്കാൻ നമുക്ക് ശ്ലോക അന്താക്ഷരി. നമുക്ക് ചാപ്റ്റർ നോക്കാം. സഖി ദീപികേ വയമധുന ക്രീഡിത്തും അഭിലഷാമഹ. സഖി ദീപികേ, ഞങ്ങൾക്കിപ്പോൾ കളിക്കാൻ ആഗ്രഹമുണ്ട്. അരേ ഭാരതി, ബഹിഹി വൃഷ്ടിഹി അസ്തി, കഥം ക്രീഡാമഹ. ഭാരതി, വിളി മഴയാണ്, എങ്ങനെ കളിക്കും? വൃഷ്ടിഹി അസ്തു നാം, മഴയൊക്കെ ഉണ്ട്. ഇച്ഛ അസ്തി ചിത് ക്രീഡാമഹ, ആഗ്രഹമുണ്ട് കളിക്കാം. ബഹിർഗമനസ്യ ആവശ്യകത ഏവ നാസ്തി, വെളി പോണ്ട ആവശ്യവും ഇല്ല. ഏഷാ നൂതന ക്രീഡ അസ്തി ഭൂ, ഒരു പുതിയ കളിയുണ്ട്. അന്താക്ഷരി ക്രീഡ ഇതി, അന്താക്ഷരി എന്ന കളി. കിം അന്താക്ഷരി ക്രീഡ? അന്താക്ഷരി കളിയോ? അഹമപ്പി ക്രീഡാമി, ഞാനും കളിക്കാം. അവശ്യം, ഉറപ്പായും. ആഗച്ഛന്തു, വരൂ, വയം സർവേ ക്രീഡാമഹ, നമുക്കെല്ലാവർക്കും കൂടി കളിക്കാം. സഖി തർഹി ക്രീഡായാഹ നിയമാൻ സൂചയതു. സഖി, എന്നാൽ കളിക്കാനുള്ള നിയമങ്ങൾ പറഞ്ഞു തന്നാട്ടെ, സൂചിപ്പിച്ചാട്ടെ. വയ ഗണദ്വയം രചയാമഹ, നമുക്ക് 2 ഗ്രൂപ്പായി തിരിക്കാം. പ്രഥമഗണസ്യ നാമ, ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ പേര് ജ്ഞാനമാല. ഏവം ച ദ്വിതീയ ഗണസ്യ നാമ രത്നമാല. ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ പേര് ജ്ഞാനമാലയെന്നും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ പേര് രത്നമാലയെന്നും. ആദൗ പ്രഥമഗണസ്യ സദസ്യ ഏകം പദ്യം ഗായതി. ആദ്യം തന്നെ ആദ്യത്തെ ഗ്രൂപ്പിലെ സദസ്യങ്ങൾ, അംഗങ്ങൾ ഒരു പദ്യം പാടും. തസ്യ പദ്യസ്യ അന്തിമേന വ്യഞ്ജനവർണ്ണേന ദ്വിതീയഗണസ്യ സദസ്യ ഏവ അന്യം ശ്ലോകം ഗായതി. അതിനുശേഷം, അതായത് ആദ്യത്തെ ഗ്രൂപ്പിലെ അംഗം പദ്യം പാടിയതിനു ശേഷം ആ പദ്യത്തിൻ്റെ അവസാനത്തിൽ വരുന്ന വ്യഞ്ജന വർണ്ണം ഉപയോഗിച്ച് രണ്ടാമത്തെ ഗ്രൂപ്പിലെ സദസ്യമോ അല്ലെങ്കിൽ സദസ്യങ്ങളോ, അതായത് അംഗങ്ങളോ ചേർന്ന് വേറൊരു ശ്ലോകം പാടണം. ഏവം ക്രമശഃ ക്രീഡ പ്രചലതി. ഇങ്ങനെ ക്രമമായി കളി നടക്കുന്നു. ഓ, മഹാൻ ആനന്ദ ഭവിഷ്യതി. ഓഹോ, ഏറെ സന്തോഷം ഉണ്ടാവും. തർഹി ക്രീഡാമഹ, എന്നാൽ കളിക്കാം. ആദൗ, ആദ്യം ജ്ഞാനമാല ഗണഃ, ജ്ഞാനമാല ഗ്രൂപ്പിൽ ര ഇതി അക്ഷരാത്, ര എന്ന അക്ഷരം കൊണ്ട് പദ്യം ഗായതി, പദ്യം പാടും. തതഃ, അതിനുശേഷം രത്നമാല ഗണഃ വദതി, അത് കഴിഞ്ഞിട്ട് രത്നമാല ഗണമായിരിക്കും പറയുക. ഓക്കെ, അപ്പം ജ്ഞാനമാല ഗണം പറയുന്നതും രത്നമാല ഗണം പറയുന്നതുമാണ് നമ്മുടെ ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അത് വായിക്കാം. രൂപയൗവന സമ്പന്ന വിശാലകുല സംഭവാഃ വിദ്യാഹീന ന ശോഭന്തി നിർഗന്ധ ഇവ കിംശുകാഃ. പദച്ഛേദം നോക്കാം. രൂപയൗവന സമ്പന്നാഃ വിശാലകുല സംഭവാഃ വിദ്യാഹീനാഃ ന ശോഭന്തി നിർഗന്ധാഃ ഇവ കിംശുകാഃ. അന്വയം നോക്കാം. രൂപയൗവന സമ്പന്നാഃ വിശാലകുല സംഭവാഃ പരന്തു വിദ്യാഹീനാഃ ജനാഃ നിർഗന്ധാഃ കിംശുകാഃ ഇവ ന ശോഭന്തി. രൂപം കൊണ്ടും യൗവനം കൊണ്ടും സമ്പന്നമായിക്കോട്ടെ, നല്ല കുലത്തിൽ ജനിച്ചവരായിക്കോട്ടെ, പക്ഷേ അറിവില്ലാത്തവർ സുഗന്ധമില്ലാത്ത കിംശുക പോലെ ശോഭിക്കുകയില്ല. ഇനി നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. ഏഷാം സുന്ദരം രൂപമസ്തി, ആരുടെയാണോ സുന്ദരമായ രൂപമുള്ളത്. യൗവനമസ്തി, യൗവനമുള്ളത്. ഉത്തമേ കുലേ ജന്മ അഭിപ്രാപ്തം, നല്ല കുലത്തിൽ ജന്മം പോലും പ്രാപ്തമായത്. കിന്തു, പക്ഷേ, ഇങ്ങനെ ആയിട്ട് കൂടി, പക്ഷേ തേ യദി വിദ്യായാഹ അർജനം ന കുർവന്തി തർഹി, അവർ വിദ്യ ആർജിക്കുകയില്ല എന്നുണ്ടെങ്കിൽ, അതായത് സുന്ദരമായ രൂപമുണ്ടായിട്ടോ യൗവനമുണ്ടായിട്ടോ നല്ല കുലത്തിൽ ജനിച്ചതായിട്ടുകൊണ്ടോ ആയിട്ട് പോലും വിദ്യ ആർജിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ശോഭ ന ഭവതി, തേഷാം ശോഭ ന ഭവതി, അവർക്ക് ശോഭ ഉണ്ടാവില്ല, അവർ തിളങ്ങില്ല. യഥാ, ഇങ്ങനെയാണോ പുഷ്പിതാഹ പലാശവൃക്ഷാഹ, പൂത്തു നിൽക്കുന്ന പലാശവൃക്ഷം
ദർശനേ അതീവ സുന്ദരാക സന്തി, കാണുമ്പോൾ അതീവ സുന്ദരമായിട്ടുണ്ടാവുക. കിന്തു പക്ഷേ തേഷു സുഗന്ധഃ ന ഭവതി, ഇനി ആയാലും അതിന് സുഗന്ധം ഉണ്ടാവില്ല. ആ സൗന്ദര്യം മാത്രമേ ഉള്ളൂ, അതിന് സുഗന്ധം ഇല്ല. ജനാഹ തേഷാം ഉപയോഗം ന കുറുവന്തി, ജനങ്ങൾ അതിനെ ഉപയോഗിക്കുന്നുമില്ല. അതഃ അതുകൊണ്ട് തന്നെ രൂപസ്യ യൗവനസ്യ ഉച്ചകുലസ്യ ച അപേക്ഷയാ, അതുകൊണ്ട് തന്നെ രൂപം കൊണ്ടും യൗവനം കൊണ്ടും ഉച്ചകുലം കൊണ്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അപേക്ഷ വിദ്യ ഏവ ശ്രേഷ്ഠ, വിദ്യ തന്നെയാണ് ശ്രേഷ്ഠം. അതായത് നല്ല രൂപമുണ്ടായിട്ടോ യൗവനം ഉണ്ടായിട്ടോ നല്ല കുലത്തിൽ ജനിച്ചതായുണ്ടോ കാര്യമില്ല, അറിവുണ്ടായിരിക്കണം, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, എന്നാലേ സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ. ആട്ടെ, സെക്കൻഡ് ഗ്രൂപ്പ് എന്താ പാടിയേ? സെക്കൻഡ് ഗ്രൂപ്പ് പാടി കാവ്യശാസ്ത്ര വിനോദേന കാലോ ഗച്ഛതി ധീമതാം വ്യസനേന ച മൂർഖാനാം നിദ്രയാ കലഹേന വാ. പദച്ഛേദം നോക്കാം. കാവ്യശാസ്ത്ര വിനോദേന കാലഃ ഗച്ഛതി ധീമതാം വ്യസനേന ച മൂർഖാനാം നിദ്രയാ കലഹേന വാ. അൻവയം നോക്കാം. ധീമതാം ബുദ്ധിമാന്മാര്, കാലഃ സമയം, കാവ്യശാസ്ത്ര വിനോദേന കാവ്യശാസ്ത്രം ആസ്വദിക്കുന്നതിലൂടെ, അതായത് പഠിക്കുന്നതിലൂടെ വായിക്കുന്നതിലൂടെ, മൂർഖാനാം ച കാലഃ വിഡ്ഢികളാകട്ടെ സമയം, വ്യസനേന നിദ്രയാ കലഹേന വാ ഗച്ഛതി ദുശീലം അനുഷ്ഠിച്ചുകൊണ്ടോ ഉറങ്ങിക്കൊണ്ടോ കലഹിച്ചുകൊണ്ടോ ഒക്കെ പാഴാക്കി തീർക്കുന്നു. ഭാവാർത്ഥം നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ബുദ്ധിമന്തഃ ജനാഃ ബുദ്ധിമാന്മാരായ ആൾക്കാർ, കാവ്യാനാം ശാസ്ത്രാണാം ച അനുശീലനേന കാവ്യവും ശാസ്ത്രവുമൊക്കെ അനുശീലനത്തിലൂടെ സമയസ്യ സദുപയോഗം കുറുവന്തി സമയത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ബുദ്ധിമാന്മാരായ ആൾക്കാർ കാവ്യശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചുകൊണ്ടും ഒക്കെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ്. പരന്തു പക്ഷേ മൂർഖജനാഃ വിഡ്ഢികൾ ശയനം കൃത്വാ ഉറങ്ങിത്തീർത്തും, അതായത് ഉറങ്ങിയിട്ടും, പരസ്പരം കലഹം കൃത്വാ പരസ്പരം കലഹിച്ചിട്ട്, അഥവാ ദുർവ്യസനേന അമൂല്യ സമയസ്യ ദുരുപയോഗം കുറുവന്തി ദുശീലത്താൽ അമൂല്യമായ സമയത്തിനെ ദുരുപയോഗം ചെയ്യുന്നു. അതഃ അതുകൊണ്ട് വയം നമ്മൾ നിത്യം എന്നും വിദ്യാഭ്യാസേന വിദ്യാഭ്യാസത്തിലൂടെ, വിദ്യ അഭ്യസിക്കുന്നതിലൂടെ, പഠനേന പഠിക്കുന്നതിലൂടെ, ലേഖനേന എഴുതുന്നതിലൂടെ, വസമയസ്യ സദുപയോഗം കുർമഃ ഇതിലൂടെയൊക്കെ സമയത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. ആട്ടെ, ഇതിന് ബദലായിട്ട് ഫസ്റ്റ് ഗ്രൂപ്പുകാർ എന്താ പാടിയേ? വിദ്യാവിവാദായ ധനം മദായ ശക്തിഃ പരേഷാം പരിപീഡനായ ഖലസ്യ സാധുർവിപരീതമേതത് ജ്ഞാനായ ദാനായ ച രക്ഷണായ. പദച്ഛേദം നോക്കാം. വിദ്യാവിവാദായ ധനം മദായ ശക്തിഃ പരേഷാം പരിപീഡനായ ഖലസ്യ സാധുഃ വിപരീതമേതത് ജ്ഞാനായ ദാനായ ച രക്ഷണായ. ഇനി നമുക്ക് അന്വയം നോക്കാം. ഖലസ്യ വിദ്യാവിവാദായ ദുഷ്ടന്മാർ, അതായത് ദുഷ്ട സ്വഭാവമുള്ളവർ അറിവിനെ തർക്കിക്കാനായിട്ട്, ധനം മദായ പൈസ അഹങ്കരിക്കാനായിട്ട്, ധനം അഹങ്കരിക്കാനായിട്ട്, ശക്തി പരേഷാം പരിപീഡനായ ശക്തി മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ടാണ് ചഭവതി ാണ് ഉപയോഗിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടിയാണ്. പരം പക്ഷേ, സാധുഹു സാധുക്കൾ, സജ്ജനരായ വ്യക്തികൾ, നല്ല സ്വഭാവമുള്ളവർ, ഏതത് വിപരീതം ഇതിന് നേരെ വിപരീതമാണ്. ആട്ടെ, അവർ വിദ്യ, ധനം, ശക്തി എന്തിനു വേണ്ടി ഉപയോഗിക്കുക? വിദ്യ ജ്ഞാനായ, വിദ്യ അറിവ് നേടാനായിട്ട്, ധനം ദാനായ ധനം ദാനം ചെയ്യാനായിട്ട്, ശക്തി രക്ഷണായ ച ഭവതി ശക്തി രക്ഷിക്കാനായിട്ടാണ് ഉണ്ടാവുക. അതായത് ദുഷ്ടന്മാർ, അതായത് ദുഷ്ട സ്വഭാവമുള്ളവർ അറിവിനെയും ധനത്തെയും ശക്തിയെയും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും
സാധുക്കൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഭാവാർത്ഥം ഒന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും. ദുഷ്ടഃ ജനഃ വിദ്യായാഹ ഉപയോഗം കലഹാർത്ഥം കരോതി. ദുഷ്ടരായവർ വിദ്യ കലഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ധനസ്യ ഉപയോഗം അഹങ്കാരാർത്ഥം കരോതി. ധനത്തിനെ അഹങ്കരിക്കാനായി ഉപയോഗിക്കുന്നു. സാമർത്ഥ്യസ്യ ഉപയോഗം അന്യേഷാം പീഡനാർത്ഥം ച കരോതി. സാമർത്ഥ്യം മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കിന്തു പക്ഷേ സജ്ജനസ്യ സ്വഭാവഃ നല്ല സ്വഭാവമുള്ളവരുടെ സ്വഭാവം ഏതസ്യ വിപരീതഃ ഭവതി. ഇതിന് നേരെ വിപരീതമാകുന്നു. സഹ വിദ്യായാഹ ഉപയോഗം അവൻ വിദ്യയുടെ ഉപയോഗം അന്യേഷാം ജ്ഞാനവർദ്ധനാർത്ഥം കരോതി. മറ്റുള്ളവരുടെ അറിവ് വർദ്ധിപ്പിക്കാനായി ചെയ്യുന്നു. ധനസ്യ ഉപയോഗം ദാനാർത്ഥം കരോതി. ധനത്തിൻ്റെ ഉപയോഗം ദാനത്തിനായി ചെയ്യുന്നു. സാമർത്ഥ്യസ്യ ഉപയോഗം ദുർബലാനാം രക്ഷണാർത്ഥം ച കരോതി. സാമർത്ഥ്യത്തിൻ്റെ ഉപയോഗം ദുർബലരായവരുടെ രക്ഷയ്ക്കായി ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതൊരു ലോങ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ പാർട്ടായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.